ഉണ്ടാക്കണ്ട. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഉസ്താദ് എത്രയും പെട്ടെന്ന് അബുദാബിയിൽ എത്തിയ സ്ഥിതിക്ക് ഒന്ന് പരിഹരിച്ചൂടെ? അല്ല, മനുഷ്യന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതിൽ ഒന്നാമത്തെ ബന്ധപ്പെട്ട ആളല്ലേ ഹസ്രജി, ഉസ്താദിനൊക്കെ അറിയുന്ന ആളല്ലേ? ആവശ്യമില്ല. എല്ലാ ഉസ്താദെ ആ അതെ എല്ലാ ഉസ്താദ് അതൊക്കെ നമുക്ക് നേരിട്ട് പോയി ചോദിച്ചൂടെ? നിങ്ങൾ പറഞ്ഞ മുടിയോട് അയാൾക്ക് പറയാനുള്ള സ്ഥലത്ത് അയാൾക്ക് അറിയണതാണ് അയാൾ പറഞ്ഞത്. അല്ല, നമ്മളൊരു വിഷയത്തെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കല്ലോ വേണ്ടേ? അല്ലാണ്ട് നിഷേധിക്കുന്നത് ശരിയാണ് ഉസ്താദെ? അല്ല, അയാൾക്ക് അറിയണത് അയാൾ പറഞ്ഞു, അത് നമ്മൾ വിശ്വസിച്ചു. അല്ല, മൂപ്പർക്ക് അറിയുന്ന ഒരു സനതാണോ ഒന്നിൽ കൂടുതൽ സനത് വന്നുകൂടാന്നുണ്ടോ ഇപ്പോ? ഉള്ള സ്ഥലത്ത് ഒന്ന് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. അല്ല, ഇതേ അറിയണ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വേറെയാണ്. അല്ല, ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞു. അല്ല, ലക്ഷങ്ങൾ മുമ്പിൽ പറഞ്ഞതാണ് ഉസ്താദിന്റെ മുമ്പ് പറഞ്ഞതാണല്ലോ. നമുക്ക് ഏതായാലും ഒന്ന് നേരിട്ട് പോയി ഉസ്താദ് ക്ലിയർ ആക്കല്ലേ, അത് ബുദ്ധിപരം. എനിക്കതിന് ഒരു സംശയമില്ല, ആ പറഞ്ഞ രണ്ടും നുണയാണ്. അത് ഉസ്താദിന് നുണയാണെന്നുള്ള എന്താ തെളിവ്? അതിന് രണ്ട് സ്ഥലവും പരസ്പരം ഭിന്നമായി. പരസ്പരം പിന്നെ ഉസ്താദ് നേരിട്ട് ചോദിക്കണ്ടോ? ഒരാളോട് ചോദിക്കാണ്ട് നമ്മൾ ഒരാളെ പിഴച്ചിട്ട് ചോദിക്കണ്ടല്ലോ. ഈ കൊടുത്ത ആളാണ് പറഞ്ഞത്, കൊടുത്ത ആളാണ് പറഞ്ഞത് എനിക്ക് ഉമ്മൂത്തലയും വഴി റോസുള്ളോട് കിട്ടിയതാണ്. അതൊരു സനത്. മറ്റേ മർക്കസ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ സനത്. അപ്പൊ രണ്ട് സനത് ഇല്ല, പിന്നെ ഇല്ലാതായിക്കൂടോ? അങ്ങനെ ഉണ്ടോ? അത് പരസ്പരം ഭിന്നാണെന്ന് വെച്ചാൽ. ഉസ്താദ് വലൈക്കും അസ്സലാം. പോലെ ഉസ്താദെ, സഹോദരന്മാരെ റസാഖാജിക്ക് റെഡി ആയിട്ടില്ലേ? കേട്ടില്ലേ? അപ്പൊ ഇവരോടൊക്കെ ആത്മാർത്ഥത ഈ വിഷയത്തിൽ എത്രമാത്രം ഉണ്ട് നിങ്ങൾ കേട്ടോളി. അപ്പൊ ഉസ്താദെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ആയിക്കോട്ടെ, അതിപ്പോ ക്ലിയർ ആയി. എന്നാൽ ഉസ്താദെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെളിയിക്കണ്ടേ? നിങ്ങൾ പോവാൻ തയ്യാറില്ല, പിന്നെ എന്താ തെളിയിക്കണ്ട മൂപ്പര്? അല്ല, കൊടുത്ത ആളെടുത്ത് പോകണമെന്നല്ലേ ഞാൻ പറയുന്നേ. നമുക്ക് ആ മൂപ്പരെയും കൂട്ടി പോയിക്കൂടെ? എന്നാലേ എല്ലാം ഞാൻ അമ്പലക്കട ഉസ്താദിനെ വിളിച്ചിരുന്നു ഈ വിഷയത്തിലെ. ഹലോ, കണ്ടില്ലേ? കാന്തപുരം ഉസ്താദ് തെളിയിക്കണോ, മൂപ്പരിട്ട് പോവാൻ കുഞ്ഞിനായും കൂടി കുടുങ്ങിയാണ് അല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങളെ കഥകളും ചോദ്യം കേട്ട് പഠിക്കാൻ തോന്നുന്നു. ഇനി വിളിക്കട്ടോ, ഉത്തരം പറഞ്ഞിട്ട് വെറുതെ വിളിച്ചു. ഒന്നുകൂടെ അടിച്ചു ഏതായാലും ഞാൻ പഠിക്കാൻ ചെലവാടില്ല. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് സാധാരണക്കാർ വിഷയത്തില്? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ പറയുന്നത് ശരിയല്ല, കാന്തപുരം ഉസ്താദ് ശരിയാണ്. നേരെ നമ്മളൊക്കെ അംഗീകരിക്കണ്ടേ? അതിപ്പോ ആരെന്ത് പറഞ്ഞില്ലേ? അങ്ങനെയാണ് ഉസ്താദെ. ഉസ്താദ് പറഞ്ഞ അംഗീകരിക്കും. ഞാൻ നിങ്ങൾ ഉസ്താദ് പറഞ്ഞ അംഗീകരിച്ചുകൊണ്ട് എന്നെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ നമ്മള് പിന്നെ അരവിക്കുട്ടി പിന്നെ മുതലി അവിടെ പോയിട്ട് ഷെയറിനെ മറ്റേ പദ്ധതിയോട് ചോദിച്ചത്? അപ്പൊ കാന്തപുരം റസൂലുള്ളാഹിന്റെ മൂപ്പര് ചോദിച്ചതല്ലോ, ചോദിച്ചപ്പോ കൊടുത്തില്ലാന്നല്ലോ. എങ്ങനെയാണെങ്കിലും ബോധ്യപ്പെട്ടില്ലെന്ന് കൊടുക്കണം, ചോദിക്കണം. അപ്പൊ മറ്റേ 50 രൂപ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെയാണ് അമ്പലക്കട ഉത്സവം രേഖ ഉണ്ട് പറഞ്ഞ വിഷയത്തിൽ
അങ്ങനത്തെ ഉസ്താദല്ലേ? അപ്പൊ മുപ്പരിപ്പോ പുറത്ത് അവരുടെ ഉത്സവം പുറത്തേക്കോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലടക്കം നമ്മള് ഹദറിനെ കൊണ്ടുവന്നല്ലേ? പോയി ഇപ്പൊ അമീർ റഷി അമ്പലക്കട വേറെ, നദി വേറെ, ഇനി കാളമ്പാടി വേറെയാണ്. അത് രസമുണ്ട്. അത് നിങ്ങൾ കേട്ടോണിക്കാരൂടെ കാളമ്പാടിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഉസ്താദെ ഇങ്ങനെ സമസ്ത തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അമീർ വൈശ്യൊക്കെ ഉസ്താദിന്റെ പേരാണല്ലോ പറയണത്. അപ്പൊ പറഞ്ഞു അമ്പലക്കടവായാലും പള്ളിക്കടവായാലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു ആധികാരികത വേണ്ടി വെച്ചു. ലാസ്റ്റ് പറഞ്ഞു എന്താ ഉസ്താദെ കേട്ട് നിങ്ങൾ പറഞ്ഞ പറയുന്ന കാര്യം, പക്ഷെ അമീർ വൈശ്യൊക്കെ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുമ്പോൾ എന്താ കാട്ടു വെച്ച് അതുപോലെ തൊള്ളിയിൽ നാവ് പിടിച്ചൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ കഴിയോ? ഇത് ഇവരെ പ്രസിഡന്റ് പറയാണ് ഇട്ടുകൊടുക്ക് കാളമ്പാടിന്റെ ഒന്ന് ഏതായാലും നിങ്ങൾ ഒരുങ്ങുണ്ടല്ലോ പിടിക്കാൻ നാളെ പരിപാടിയൊക്കെ ഒന്ന് കേട്ടളി. നേരത്തെ പറഞ്ഞല്ലോ സംസ്ഥ പിന്നീട് ആലോചിച്ച തീരുമാനം എടുക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവര് പിന്നെ അമ്പലക്കട ഉസ്താദും അതുപോലെ തന്നെ കാസിം ഉസ്താദ് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഇതാവൂലേ? അത് അവരോട് ചോദിക്കണം. അതാ ഒക്കെ അങ്ങനെയാണ്, ഒക്കെ ഓരോ ചോദിക്കുക. അല്ല ഉസ്താദുമാരൊന്നും അതിന് സമ്മതം കൊടുത്തിട്ട് ഇല്ല ഈ വിഷയത്തില്? ഞങ്ങളെ സമ്മതം കൊടുത്തില്ല. അല്ല ഇവര് അമ്പലക്കട ഉസ്താദൊക്കെ ഉസ്താദിന്റെ ഒക്കെ പേരാ പറയുന്നത്. ജുർശേരി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ നമ്മൾ ഉണ്ടെന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. അതിനെ പറ്റി പറയാണ്ട് കഴിയില്ല. അല്ല ഞാൻ ഈ അമ്പലക്കട ഉസ്താദിനെ നേരിട്ട് പല പ്രാവശ്യം വിളിച്ചതാണ്. അപ്പോ പിന്നെ അവര് സ്വന്തം നിരക്ക് പറയുന്ന എല്ലാ ഉസ്താദുമാരൊക്കെ സമ്മതത്തോടു കൂടി ആണ് ചെറുപ്പക്കാരെ നമ്മൾ ഈ കാര്യം ഇടപെടുന്നത് എന്നുള്ള തരത്തിലാണ് ഒരു സംസാരത്തിന്റെ പോക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനൊന്നും മറുപടി തരാൻ കഴിയില്ല. അത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതാരെങ്കിലും അമ്പലക്കട ഉസ്താദൊക്കെ പറയും ആളുകളുടെ പിന്നെ അമ്പലക്കടമായാലും വേണ്ട പള്ളിക്കടമായാലും വേണ്ട ആരായാലും മതി അങ്ങനെ പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനമാണ് നോക്കിയാണ് നിങ്ങള്. അതെ 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 അത് ഉസ്താദ് പറയുന്നത് തന്നെ ഞാൻ ഉസ്താദിനോട് തന്നെ എഴുതാം. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളുകളുടെ ഇടയിൽ ഒരു വിഷയം പറയുന്ന സമയത്ത് നന്നായിട്ട് ആലോചിക്കട്ടെ. അതൊരു ഭർത്താനാണ് പറഞ്ഞത്. അതൊക്കെ പണികളോട് സൂചിപ്പിക്കണം. അതന്നെ നിങ്ങള് അത് അവസാനം പറയുന്ന അതൊക്കെ പണികളോട് ചോദിക്കുക. നാവ് വിട്ടിടാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉസ്താദിനെ പോലുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും പിന്നെ കാര്യങ്ങൾ പറയേണ്ടത്. അല്ലാതെ അമ്പലങ്ങൾ പറയുന്നത് എന്താണെന്നല്ല നമ്മളിപ്പോ ഇവിടെ ആലോചിക്കുന്നത്. അപ്പോ ആളുകളുടെ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് മാന്തപുരത്തിനോടുള്ള റിപ്പോർട്ട് മാത്രം റസൂലുള്ളാഹിന്റെ ആധാറുകളെ മോശമാക്കുന്ന ഒരു സംസാരം വരുമ്പോൾ അത് നമുക്കില്ലാത്ത പ്രയാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച ആലോചിക്കുകയുള്ളൂ. നിങ്ങളിപ്പോ എത്തിപ്പെട്ടുകൊണ്ടാണ് ഇതിനെപ്പറ്റി കുറെ പറഞ്ഞതുകൊണ്ട് കാര്യം നടക്കില്ല. എല്ലാ ഉസ്താദ് ബദറിലേക്ക് ബന്ധപ്പെടാനുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ നമ്മളായിരിക്കില്ല. എന്താ ഉസ്താദിന്റെ അഭിപ്രായം? അത് ബന്ധപ്പെടുത്തി വരുമ്പോ ബന്ധപ്പെടാം. ഇപ്പൊ ഞാൻ അയക്കാം. ഇപ്പൊ നിലവിൽ ഇപ്പൊ സമസ്തായിട്ട് നിഷേധിക്കുന്നില്ലല്ലേ? അങ്ങനെയല്ലേ എന്റെ ഉസ്താദ് പറയുന്നത്? ചുരുക്കം സമസ്തയെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. സമസ്ത ഇപ്പൊ ഇടപെടുന്നില്ല. അപ്പൊ ഉസ്താദിന്റെ ഒക്കെ പേരിൽ ഇവര് വെറുതെ വലിച്ചെടുക്കാണല്ലേ? ഞങ്ങളാരൊന്നും പറഞ്ഞിട്ടില്ല സംബന്ധിച്ച്. അൽഹംദുലില്ലാഹ് ഞാൻ തെറ്റിദ്ധരിച്ച ഉസ്താദ് ഈ വിഷയത്തില് അവർക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള സംസാരിച്ചൊന്നും തെറ്റിദ്ധാരണ വന്നു വരുന്നു. അപ്പൊ കാരണം മുമ്പേ സസ്പെൻഷൻ പറഞ്ഞ് ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചത് ഇപ്പോഴും ചെറുശ്ശേരി ഉസ്താദ് ഈ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാട് എന്നുള്ള നിലയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അവര് സംസാരിക്കുകയും ചെയ്യാനാണ് അവരുടെ തൊഴിലെ നാളെ കെട്ടിയാൻ കഴിച്ചു. നിങ്ങള് അതൊരു വാക്കാ, അതൊരു വർത്താനാ. ആ കുട്ടിയുടെ വർത്താനം എന്ത് ഓരോ തൊള്ളിയെ നാവ് ഇങ്ങനെ കെട്ടിടാൻ പറ്റുമോ? അപ്പൊ നിങ്ങളെ പ്രസിഡന്റ് വേറെ, സെക്രട്ടറി വേറെ, അമ്പലക്കടവ് വേറെ, കാസിമി വേറെ, കണ്ണാട്ടിപ്പറമ്പ് വേറെ, ഈ എസ്കക്കാര് വേറെ. നിങ്ങളൊന്ന് അള്ളാന്റെ ദീനാണുള്ള പുതല്ലേ സംഗതി. അതിന്റെ ആകത്ത് വന്ന് ഇങ്ങനത്തെ പലതും ഉണ്ടാട്ടും. ആകത്ത് വന്നാൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ശരീഅത്ത് ആർക്കും ഒറിജിനൽ അല്ല നിങ്ങൾക്ക് തോന്നിയിട്ടല്ല. പിന്നെ നിങ്ങൾക്ക് ഏറ്റുസ്താദെങ്ങാനും 40 കോടിന്റെ പള്ളി കയറ്റിയാൽ അത് ഇന്ത്യ രാജ്യത്ത് ചരിത്രം. അത് പഠിച്ചോനെ താങ്ങാൻ കഴിയില്ല. ഇതാണ് നിങ്ങൾക്ക് ആകത്തുകൾ. എന്തെങ്കിലും ഞാൻ പറയട്ടെ, മർക്കസിൽ റസൂലുള്ളാഹിന്റെ വിശുദ്ധ കേശം വന്നിട്ട് 5-6 കൊല്ലായില്ലേ?
വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലായില്ലേ, എന്ത് ഇപ്പം നോക്കാൻ അപസ്മാരളകര്? അതൊന്നുമല്ല, ഈ മുടി കൈ കിട്ടിയപ്പോ ഹബീബായ നബി തങ്ങളുടെ ഇഷ്ക് കാരണം AP ഉസ്താദ് ചിന്തിച്ചു, റബ്ബേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. അത് സ്വഹാബത്ത് കൊണ്ടുപോയി. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ ജാരം കെട്ടാൻ കല്ലുപെടുക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അതും മഹാന്മാർ കൊണ്ടുപോയി. ആ ജാരത്തിന് പച്ചക്കുബ്ബ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതും അവർ ഏറ്റെടുത്തുപോയി. ജാരത്തിന്മേൽ തുണി വിരിക്കാൻ കഴിയില്ല. അത് സൗദി ഗവൺമെന്റ് നടത്തുന്നുണ്ട്. പച്ചക്കുബ്ബയ്ക്ക് പെയിന്റ് അടിക്കാൻ അബ്ദുള്ള രാജാവ് വിട്ടുതരില്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ആ റസൂലുള്ളാഹിന്റെ വിശുദ്ധമായ കേശത്തിനെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അതിന് ചരിത്രത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ ഒരു വലിയ സ്മാരകമാകട്ടെ. അങ്ങനെയാണ് 40 കോടിയുടെ പള്ളി തീരുമാനിച്ചത്. അപ്പോഴും SKക്കാർക്ക് കണക്കല്ല, ജമാഅത്തിനും. ഞാൻ ഒരു കണക്കൂട്ടി എന്താ, 40 കോടി കൊണ്ടൊക്കെ AP പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പാണ് അതിന്റെ വൈറ്റ് മണി കിട്ടൂല. അപ്പൊ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവിടുന്ന് കിട്ടി പൈസ ചോദിക്കും, AP കുടുങ്ങും. കുട്ടികളെ എങ്ങൾ വരമ്പത്ത് കാണും, AP ഉസ്താദ് കൊമ്പത്ത് കാണും. നിങ്ങൾക്കറിയോ, AP ഉസ്താദ് ഒന്നും കൂടെ തീരുമാനിച്ചു, 1700ഓളം വരുന്ന പള്ളികൾ റബ്ബിന് സുജൂദ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. 500-ലേറെ സ്ഥാപനങ്ങളുണ്ട്, ദശക്കണക്കിന് കിതാബുകളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും പൊതുജനങ്ങളെ പൂർണ്ണമായ പങ്കാളിത്തത്തോടുകൂടെയല്ല, പലരുമാണ് സഹകരിച്ചത്. പോരാ, എന്നെ സ്നേഹിക്കുന്ന, പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സുന്നി പ്രവർത്തകന്മാർ, നേതാക്കൾക്കും അനുയായികൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, പണക്കാർക്കും പണിക്കാർക്കും, വിദേശികൾക്കും സ്വദേശികൾക്കും എല്ലാവർക്കും പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന ഹബീബിനോടുള്ള ഒരു ബന്ധം നിലനിർത്തണം. അതിനെന്താ മാർഗം? 4 ലക്ഷം പ്രവർത്തകരിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങിയാൽ 40 കോടി രൂപയാകും. എല്ലാവർക്കും അതിൽ പങ്കാളിത്തം വരും. നാളാഹുറത്ത് ചെല്ലുമ്പോ മുത്തുനബിയെ അവിടുത്തെ ശറഫാക്കപ്പെട്ടൊരു മുടി കിട്ടിയപ്പോൾ അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയും അത് മുക്കിയ ദിവസം ആളുകൾ വാങ്ങാൻ വേണ്ടി വരുമ്പോ നിസ്കരിക്കാൻ വേണ്ടിയും മറ്റു പദ്ധതികൾക്ക് വേണ്ടിയും കൂടെ നിർമ്മിച്ച സ്മാരകത്തിന് ഞങ്ങൾ 1000